ആദ്യം ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്കാണ്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കേട്ട ഏറ്റവും മനോഹരമായ വാചകമായിരുന്നു വെറുപ്പിന്റെ കട അടച്ചു, ദാ ഇനി സ്നേഹത്തിന്റെ കട തുറക്കാൻ പോവുകയാണെന്ന്. അതേ കർണാടകയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ബുൾഡോസർ രാജിന്റെ വാർത്ത നമ്മൾ കേട്ടത്. ഇന്ത്യയിൽ ബുൾഡോസർ രാജ് നാം ആദ്യം കേട്ടതും കണ്ടതും അത് യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലായിരുന്നു. ഭീതിയിലൂടെ ഭരണകൂടം ശക്തി പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം, ആ സംസ്കാരം കടം കൊള്ളുകയാണോ കോൺഗ്രസും? ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. കർണാടകയിലെ സ്നേഹത്തിന്റെ കട കോൺഗ്രസ് അടച്ചോ? നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് ബംഗളൂരുവിലെ യലഹങ്കയിലേക്ക് കുറെ ബുൾഡോസറുകൾ ഇരച്ചെത്തി. ചെറിയ ചെറിയ ഷെഡുകളിൽ, കുടിലുകളിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉറങ്ങുന്ന സമയം 400ഓളം ന്യൂനപക്ഷ കുടുംബങ്ങൾ താമസിക്കുന്ന കൊഗിലു എന്ന പ്രദേശത്തെ കുറച്ച് സമയം കൊണ്ട് ആ ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തി. ഡിസംബറാണ്, അതിശൈത്യമാണ്. ശരീരം വിറയ്ക്കുന്ന തണുപ്പിൽ കുഞ്ഞുങ്ങൾക്കൊരു പുതപ്പ് പോലും നൽകാതെ എല്ലാ കുടിലുകളും നിലം പരിശാക്കി. ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ അത് ബുൾഡോസർ രാജിന് പേര് കേട്ട ഉത്തർപ്രദേശിൽ നിന്നല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്നാണ്. BJP ഭരണത്തിൽ നിന്ന് കർണാടക കോൺഗ്രസ് തിരിച്ചു പിടിച്ചപ്പോൾ അന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തിയിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് ഇപ്പോൾ കേൾക്കാം. नफरत के बाजार में मोहब्बत की दुकान खोलने की कोशिश की. धन्यवाद. जय हिंद. ഈ നിമിഷം വരെ കർണാടകയിലെ ബുൾഡോസർ രാജിൽ ഒരക്ഷരം രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല. 100 കണക്കിന് പോലീസുകാരെ വിന്യസിച്ചാണ് ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വീടുകൾ ഇല്ലാതാക്കിയത്. സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ താമസിച്ച മനുഷ്യർ പക്ഷേ പറയുന്നു, കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന്. വോട്ടർ കാർഡും ആധാർ കാർഡും ഞങ്ങൾക്കുണ്ടെന്ന്. ഒരു രേഖ പോലും സ്വന്തം വീടുകളിൽ നിന്ന് എടുക്കാൻ ഉദ്യോഗസ്ഥർ ഇവർക്ക് സമയം കൊടുത്തില്ല. ഒരു അറിയിപ്പ് പോലും നൽകാതെയാണ് റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡയുടെ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ ഇറക്കിവിട്ടത്. ബുൾഡോസർ രാജ് നിയമവിരുദ്ധമാണെന്ന് രാജ്യത്തെ പരമോന്നത കോടതി പറഞ്ഞതാണ്. എന്നിട്ടും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നിയമം പാലിക്കുകയാണെന്ന് പറഞ്ഞ ബുൾഡോസർ ഓടിക്കുകയാണ് പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചിലൂടെ. ഉത്തരേന്ത്യയിലെ ബുൾഡോസർ രാജിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. പക്ഷേ കർണാടകയിലെ ബുൾഡോസർ രാജ് അവർ കണ്ട മട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിൽ ആദ്യത്തെ രാഷ്ട്രീയ പ്രതികരണം നടത്തിയത്. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കി കൊടുക്കേണ്ട ഭരണാധികാരികൾ ബലം പ്രയോഗിച്ച് അവരെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിനെ കോൺഗ്രസ് ന്യായീകരിക്കുമെന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. വലിയ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും അനങ്ങാതിരുന്ന കർണാടക സർക്കാർ പിണറായി വിജയന്റെ ഈ പ്രതികരണത്തിന് ശേഷം അനങ്ങി. 7 ദിവസം കഴിഞ്ഞാണ് കർണാടക സർക്കാരിൽ നിന്ന് ഈ ബുൾഡോസർ രാജിൽ ഒരു പ്രതികരണം കേട്ടത്. Dump site which was for putting this waste. It is in a quarry pit. It is a very dangerous place where a lot of health hazards are there, and there illegally they have tried to occupy some land ground. The government and our local MLA also insisted it is very dangerous. We know that we have humanity. We are ready to give them. We have given them opportunity to go to their some new places. കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ആ സ്ഥലം ഖരമാലിന്യ സംസ്കരണത്തിനുള്ള സ്ഥലമാണ്. അവിടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചു.
ആ പാവപ്പെട്ട മനുഷ്യർക്ക് താമസിക്കാൻ നല്ല ഇടം സർക്കാർ നൽകുന്നു. അത് വളരെ നല്ല കാര്യമാണ്. അതിന് ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ കിഴപ്പാടങ്ങൾ ഇടിച്ചു നിരത്തേണ്ടതുണ്ടോ? ഇന്ന് കേരളത്തിൽ നിന്നുള്ള MP A റഹീം യലഹങ്കയിലെത്തി. ബുൾഡോസർ രാജിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കണ്ടു. ചെറിയ വീട് അതോടൊക്കെ നൈറ്റ് കൊണ്ട് ക്ലിയർ ചെയ്തതിനു ശേഷം ഒരു ടാർപോളിനും കാര്യങ്ങളും വെച്ചിട്ടുള്ള സാധനമാണ് ഇത് വരുന്നത്. Oh, gas cylinder? Outside. Okay. Before that, 2 days. There is no electricity. 3 days. Okay. സംഗമയിൽ പോയി അവരെ കണ്ടു. സംഗമയിൽ കണ്ടിട്ട് അവർ सदर हूँ यहाँ का हेड। आप नेता है? हाँ, मेरा नाम सदर बादशाह है। हाँ, अंदर जो सभी TV9 में बोलो तो उर्दू में बोल रहा हूँ तुम्हें। कर्म है सरकार का, उसका कर्म है सा, ऊपर वाले का कर्म है। ऊपर वाले का कुछ नहीं है, ये सारा प्रॉब्लम है सरकार का। हाँ। ഒന്നും കയ്യിലെടുക്കാൻ സമയം നൽകാതെ പുലർച്ചെ 4 മണിക്ക് എന്ത് നീതി നടപ്പാക്കാനുള്ള ധൃതിയായിരുന്നു കർണാടക സർക്കാരിന്. കുടിയൊഴിപ്പിക്കുമ്പോൾ ഭരണകൂടം പാലിക്കേണ്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ അത് കർണാടക സർക്കാരിന് അറിയാഞ്ഞിട്ടാണോ? 15 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരുന്നോ ഈ മനുഷ്യർക്ക്? ഇല്ല. ബുൾഡോസർ രാജിന് ഒരു നീതീകരണവുമില്ല. അത് യോഗി ആയാലും സിദ്ധരാമയ്യ ആയാലും.